സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു കമ്പനി ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് ഷെയർസ് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പല മോഡുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് രീതിയാണ്, ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറും, പിന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു രീതിയാണ്. അതിനെയാണ് നമ്മൾ ബോട്ട് ഔട്ട് ഡീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോട്ട് ഔട്ട് ഡീൽസിലും കമ്പനി വിൽ ബി ഇഷ്യൂയിങ് ഷെയർസ് ടു ദ പബ്ലിക് ബട്ട് ത്രൂ സ്പോൺസേഴ്സിലൂടെ ഒരു കമ്പനിയുടെ ഷെയർസ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബോട്ട് ഔട്ട് ഡീൽസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എ ബോട്ട് ഔട്ട് ഡീൽ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ കമ്പനി ഓഫേഴ്സ് സെക്യൂരിറ്റി ഓർ ഷെയർസ് ടു ദ പബ്ലിക് ത്രൂ എ സ്പോൺസർ. ഒരു സ്പോൺസറിലൂടെ കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റീസ് പബ്ലിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബോട്ട് ഔട്ട് ഡീൽസ്. ഇവിടെ സ്പോൺസർ എന്ന് പറയുമ്പോൾ സ്പോൺസർ ക്യാൻ ബി എ ബാങ്ക്, ഒരു ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഈവൺ ബി ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന് വേണമെങ്കിലും ഒരു സ്പോൺസറായിട്ട് പ്രവർത്തിക്കാം. ദെൻ ഈ ഒരു ഓപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനികൾ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കമ്പനിക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് സെക്യൂരിറ്റീസ് നേരിട്ട് എത്തിച്ചു കൊടുക്കണേക്കാളും എളുപ്പമാണ് ഈ ഷെയർസ് ആദ്യം ഒരു സ്പോൺസേഴ്സിനെ ഏൽപ്പിക്കുന്നതും പിന്നെ ആ സ്പോൺസേഴ്സ് അത് പബ്ലിക്കിലേക്ക് ഏൽപ്പിക്കുന്നത്. കാരണം ഈ ഒരു ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർസ് സ്പോൺസേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്താൽ തന്നെ കമ്പനിയുടെ പകുതി പണിയും കഴിഞ്ഞു. കാരണം പിന്നെ അത് സ്പോൺസേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ആരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളത്, പബ്ലിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് ഇത് രണ്ടും ലാഭിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു ഇഷ്യൂ ആണ് ബോട്ട് ഔട്ട് സെയിൽസ്. ദെൻ ദ സ്പോൺസർ ക്യാൻ ഓഫർ ദ ഷെയർസ് ടു ദ പബ്ലിക് അറ്റ് എ പ്രീമിയം ടു ഏൺ പ്രോഫിറ്റ്സ്. അപ്പോൾ സ്പോൺസർക്ക് എന്താ ഈ ഒരു ബോട്ട് ഔട്ട് ഡീലിലുള്ള ലാഭം എന്ന് ചോദിച്ചാൽ, ഈ കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ഷെയർസ് അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന സെക്യൂരിറ്റീസ് ഈ സ്പോൺസേഴ്സിന് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ പ്രീമിയം പ്രൈസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട്, അപ്പോൾ 10 രൂപയ്ക്കാണ് കമ്പനിയുടെ കയ്യിൽ നിന്നും സ്പോൺസേഴ്സ് ഈ ഷെയർസ് വാങ്ങിക്കുന്നത് എങ്കിൽ സ്പോൺസേഴ്സിന് അത് പബ്ലിക്കിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതിലൊരു പ്രീമിയം കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ 12 രൂപയ്ക്കോ അല്ലെങ്കിൽ 13 രൂപയ്ക്കോ ആ ഒരു ഷെയർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രീമിയം എന്ന് പറയുന്നത് ആ ഒരു 3 രൂപ പെർ ഷെയർ ആണ്, അല്ലെങ്കിൽ 4 രൂപ പെർ ഷെയർ ആണ് നമ്മുടെ സ്പോൺസർക്ക് കിട്ടുന്ന ലാഭം. അപ്പോൾ സ്പോൺസറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാഭം തന്നെയാണ്. കാരണം കമ്പനിയിൽ നിന്നും വാങ്ങിക്കുന്ന ഷെയർസ് ഒരു പ്രീമിയം പ്രൈസും കൂടെ അതിലേക്ക് ചാർജ് ചെയ്തതിന് ശേഷമാണ് സ്പോൺസർ ആരുടെ കൈവശത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, ഈ പറയുന്ന പബ്ലിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ ഈ കമ്പനിയും സ്പോൺസറും തമ്മിലൊരു നെഗോസിയേഷനിലെത്തുകയും കമ്പനി എത്ര രൂപയ്ക്കാണ് ഈ ഒരു ഷെയർ സ്പോൺസർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു നെഗോസിയേഷൻ നടക്കുകയും ആ ഡീൽ പ്രകാരമാണ് ഈ കമ്പനിയുടെ ഷെയർസ് എത്ര രൂപയ്ക്കാണ് സ്പോൺസർക്ക് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ദ ടേംസ് ആർ അഗ്രീഡ് അപ്പോൺ ബൈ ദ കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും തമ്മിലൊരു നെഗോസിയേഷൻ നടക്കും, അതായത് കമ്പനിയും സ്പോൺസറും തമ്മിലൊരു നെഗോസിയേഷൻ നടക്കും. ആ നെഗോസിയേഷന് ശേഷമാണ് ഈ ഒരു ബോട്ട് ഔട്ട് ഡീൽ എങ്ങനെ ഉണ്ടാവണം, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പിന്നെ ആസ് പെർ സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഓൺലി പ്രൈവറ്റ് കമ്പനീസ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഓഫർ ഷെയർസ് ത്രൂ ബോട്ട് ഔട്ട് ഡീൽസ്. ബോട്ട് ഔട്ട് ഡീൽസിലൂടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഉള്ള ഒരു പ്രൊവിഷൻ പ്രൈവറ്റ് കമ്പനീസിന് മാത്രമേ ഉള്ളൂ ആസ് പെർ ദ സെബി ഗൈഡ് ലൈൻസ്. ഇവിടെ ദർ ഇസ് ആൻ ഔട്ട്റൈറ്റ് സെയിൽ ഓഫ് ചങ്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു എ സിംഗിൾ സ്പോൺസർ ഓർ എ ലീഡ് സ്പോൺസർ. നമ്മൾ ഒരു കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കമ്പനിയുടെ കുറേ ഷെയർസ്, ചങ്ക് ഓഫ് ഷെയർസ് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഒരു ലാർജ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ആരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, സ്പോൺസറുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദ സ്പോൺസർ ക്യാൻ ബി എ സിംഗിൾ സ്പോൺസർ ഓർ ഇറ്റ് ക്യാൻ ബി എ ലീഡ് മാനേജർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി എ ബാങ്ക് ഓർ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഇൻഡിവിജ്വൽ. ഒരു സ്പോൺസർക്ക് ഇതിൽ ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ കമ്പനിയുടെ ഷെയർസ് ഈ സ്പോൺസർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ് അത് ആരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, നമ്മുടെ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സ്പോൺസറിൻ്റെ ഉത്തരവാദിത്തം ആണ്. പിന്നെ
ദ സെയിൽ പ്രൈസ്, അതായത് എത്ര രൂപയ്ക്ക് ഈ ഒരു ഷെയർ സ്പോൺസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്, ദ സെയിൽ പ്രൈസ് ഈസ് ഫൈനലൈസ്ഡ് ത്രൂ നെഗോസിയേഷൻ ബിറ്റ്വീൻ ദ ഇഷ്യൂയിങ് കമ്പനി ആൻഡ് ദ പർച്ചേസർ. ഇവിടെ പർച്ചേസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോൺസറാണ്. അപ്പോൾ ഇഷ്യൂയിങ് കമ്പനിയും സ്പോൺസറും തമ്മിൽ ഒരുപാട് നെഗോസിയേഷൻ നടക്കും. ആ നെഗോസിയേഷന് ശേഷമാണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഷെയർസ് എല്ലാം ഈ പറയുന്ന സ്പോൺസറിലേക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഈ ഷെയർസ് സ്പോൺസറിന് കൊടുക്കുന്നത് എന്നുള്ളത് ഒരുപാട് നെഗോസിയേഷൻസിന് ശേഷമാണ് തീരുമാനിക്കപ്പെടുന്നത്. ആ നെഗോസിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റെപ്യൂട്ടേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ അതിലൊരു ഭാഗമാണ്. പ്രോജക്റ്റ് ഇവാലുവേഷൻ, ഏത് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത്, ആ പ്രോജക്റ്റിൻ്റെ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. നല്ല പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് സ്വരൂപിക്കുന്നത് എങ്കിൽ ഷെയർസിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. ദെൻ പ്രിവെയിലിംഗ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ ഷെയർ പ്രൈസസ് കൂടാനും, നേരെ മറിച്ച് ഒരു ഡള്ളായിട്ടുള്ള സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഷെയർ പ്രൈസസ് കുറയാനും സാധ്യതയുണ്ട്. ദ പ്രോസ്പെക്ട്സ് ഓഫ് ഓഫ് ലോഡിങ് ദീസ് ഷെയർസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് എക്സെട്ര. അതായത് ഈ കമ്പനി സ്പോൺസർക്ക് ഷെയർസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് ഈ സ്പോൺസർ എന്ത് ചെയ്യുന്നത്, ഈ ഷെയർസ് എല്ലാം പബ്ലിക് ഇഷ്യൂവിന് വേണ്ടി വിൽക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിന് ഇത് മറിച്ച് വിൽക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു റിസ്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിലെ റിസ്ക് ഫാക്ടറും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് ഓഫ് ദ ഷെയർസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് കമ്പനി ഈ പറയുന്ന ഷെയർസ്, കമ്പനിയുടെ ഷെയർസ് സ്പോൺസേഴ്സിന് വിൽക്കുന്നത് എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഫാക്ടേഴ്സിനെ കുറിച്ചെല്ലാം നല്ല രീതിയിൽ നെഗോസിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എത്ര രൂപയ്ക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ കമ്പനിയുടെ കയ്യിൽ നിന്നും സ്പോൺസറുടെ കയ്യിലേക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസിൽ ആദ്യം വരുന്നതാണ് സ്പീഡി സെയിൽ. പെട്ടെന്ന് തന്നെ ഈ ഷെയർസ് വിൽക്കാൻ സാധിക്കും. കാരണം ഷെയർസ് ആർക്ക് വിറ്റാൽ മതി, സ്പോൺസർക്ക് വിറ്റാൽ മതി. അപ്പോൾ വളരെ സ്പീഡി ആയിട്ട് തന്നെ നമുക്ക് കമ്പനിക്ക് ഷെയർസ് എല്ലാം വിൽക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് ഇഷ്യൂ കോസ്റ്റും വരുന്നില്ല. കാരണം ഷെയർസ് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണ് വിൽക്കുന്നത്, സ്പോൺസേഴ്സിനാണ് വിൽക്കുന്നത്. അപ്പോൾ സ്പോൺസേഴ്സിന് വിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പബ്ലിക് ഇഷ്യൂവിൻ്റെ അത്രയും കോസ്റ്റ് ഈ ഒരു ബോട്ട് ഔട്ട് ഡീലിൽ വരാൻ സാധ്യതയില്ല. സോ ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ സ്പീഡി സെയിൽ. വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു ഷെയർ സെയിലാണ് ബോട്ട് ഔട്ട് ഡീൽ. പിന്നെ വരുന്നതാണ് ഫ്രീഡം. ബോട്ട് ഔട്ട് ഡീൽസ് ഓഫർ ഫ്രീഡം ഫോർ പ്രൊമോട്ടേഴ്സ്. അവിടെ പിന്നെ പ്രൊമോട്ടേഴ്സിന് നല്ല ഫ്രീഡം ഉണ്ട് ടു സെറ്റ് എ റിയലിസ്റ്റിക് പ്രൈസ് ആൻഡ് നെഗോഷിയേറ്റ് ദ സെയിം വിത്ത് ദ സ്പോൺസർ. ഇവിടെ പ്രൊമോട്ടേഴ്സിന് അതായത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യാം, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട്. എന്തിനുള്ള ഫ്രീഡം? ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം. അതായത് എത്ര രൂപയ്ക്കാണ് ഈ ഷെയർ സ്പോൺസർക്ക് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഈ ഷെയർ സ്പോൺസേഴ്സിന് ഓഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല രീതിയിൽ ചിന്തിക്കാനും ആ ഒരു ഷെയർ പ്രൈസ് ഫിക്സ് ചെയ്യാനുമുള്ള ഒരു ഫ്രീഡം ഇവിടെ പ്രൊമോട്ടേഴ്സിനുണ്ട്, അല്ലെങ്കിൽ കമ്പനിക്കുണ്ട്. അപ്പോൾ കമ്പനിക്ക് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നോക്കിയിട്ടും കമ്പനിയുടെ പ്രൊജക്റ്റിൻ്റെ എവാലുവേഷൻ്റെ ബേസിസിലും എല്ലാം ഷെയർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ആ ഷെയർ പ്രൈസിലായിരിക്കും ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഷെയർസ് സ്പോൺസേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. സോ ഫ്രീഡം ഉണ്ട്, പ്രൊമോട്ടേഴ്സിന് അത്യാവശ്യം ഫ്രീഡം ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണ്. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, the bought out deals facilitate better investor protection as the sponsors are thoroughly evaluated and appraised by the promoters before offloading the issue. സ്പോൺസേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഒരുപാട് ആലോചിച്ചിട്ട് മാത്രമേ സ്പോൺസേഴ്സിനെ ചൂസ് ചെയ്യുള്ളൂ. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്പോൺസേഴ്സിന് മാത്രമേ കമ്പനിയുടെ ഷെയർസ് വിൽക്കാനായിട്ട് ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ അത്രയും ചൂസ് ചെയ്തിട്ട് സ്പോൺസേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പോൺസേഴ്സ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാവുകയും, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ബാങ്കുകളാണെങ്കിൽ സ്ഥാപനങ്ങളാവുകയും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുകയും ചെയ്യും. കാരണം ഇൻവെസ്റ്റേഴ്സിന് അത്രയും വിശ്വസിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഷെയർസ് ഈ സ്പോൺസേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കും. കാരണം വളരെ ആലോചിച്ചിട്ട് മാത്രമേ കമ്പനി അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ്
സ്പോൺസേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് കമ്പനി അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ കൈവശമുള്ള ഷെയർസ് ഈ സ്പോൺസേഴ്സിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്പോൺസേഴ്സാണ് അത് ആർക്ക് വിൽക്കുന്നത്? പബ്ലിക്കിനെ വിൽക്കുന്നത്. അപ്പോൾ ഈ സ്പോൺസേഴ്സിനെ വളരെ ആലോചിച്ച് മാത്രം റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ആലോചിച്ച് മാത്രം ഈ ഒരു സ്പോൺസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്പോൺസേഴ്സിന് മാത്രമേ ഒരു കമ്പനി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഷെയർസ് കൊടുക്കുള്ളൂ. ആ സ്പോൺസേഴ്സ് റെപ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കും കിട്ടും? ഇൻവെസ്റ്റേഴ്സിനും കിട്ടും. വളരെ വിശ്വസിച്ച് ആ ഷെയർസ് വാങ്ങിക്കാൻ ഇൻവെസ്റ്റേഴ്സിനും സാധിക്കും. ദെൻ ക്വാളിറ്റി ഓഫർ. The bought-out deals helps in improving the quality of capital flotation and primary market offering. വളരെ ചിന്തിച്ചും ഒരുപാട് നെഗോസിയേഷന് ശേഷം മാത്രം നടക്കുന്ന ഡീലുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ക്യാപിറ്റൽ റേസിങ്ങിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമുലേഷനിൽ ഫ്ലോട്ടേഷന് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി എ ക്വാളിറ്റി ഓഫർ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസേഴ്സിനെ ഫിക്സ് ചെയ്യുന്നതും കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും ഒക്കെ ഒരുപാട് നെഗോസിയേഷന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ആ ഒരു ക്യാപിറ്റൽ ഫ്ലോട്ടേഷനിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സ്പോൺസേഴ്സ് മേ ടേക്ക് കൺട്രോൾ ഓഫ് ദ കമ്പനി ആസ് ദേ ഓൺ ലാർജ് നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഷെയർസ് ആരെ ഏൽപ്പിക്കുന്നത്? സ്പോൺസേഴ്സിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആക്ച്വലി സ്പോൺസേഴ്സ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർസ് കമ്പനിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഷെയർസ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ പറയുന്ന സ്പോൺസേഴ്സ് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാതെ കൈവശം തന്നെ വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാതെ സ്പോൺസേഴ്സ് ഈ ഷെയർസ് എല്ലാം കൈവശം തന്നെ വെച്ച് കഴിഞ്ഞാൽ ദ ലാർജ് നമ്പർ ഓഫ് ഷെയർസ് വിൽ റെസ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്പോൺസേഴ്സിൻ്റെ കൈവശം അത്രയും ലാർജ് നമ്പർ ഓഫ് ഷെയർസ് വരാനും അത് ഒരു പരിധിവരെ കമ്പനിയുടെ പിടിച്ചടക്കലിന് ഒരു വഴിയൊരുക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത്രയും ലാർജ് നമ്പർ ഓഫ് ഷെയർസ് ഒരു സ്പോൺസറുടെ കൈവശം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്പോൺസർ എന്തായി മാറും? ചിലപ്പോൾ ആ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൽ വളരെ വലിയ റോൾ വഹിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് വളരെ വിശ്വസിച്ചിട്ടാണ് ഈ സ്പോൺസറിലേക്ക് എന്ത് കൊടുക്കുന്നത്? കമ്പനിയുടെ ഷെയർസ് കൊടുക്കുന്നത്. ഒരു പ്രൈസ് വാങ്ങിയിട്ട് സ്പോൺസറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ ഷെയർസ് സ്പോൺസർക്ക് കൊടുക്കുന്നത്. അപ്പോൾ വളരെ വിശ്വസിച്ചിട്ടാണ് ഈ ഷെയർസ് സ്പോൺസർക്ക് കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ കമ്പനിയുടെ വിശ്വാസം എന്താണ്? സ്പോൺസർ ഈ ഷെയർസ് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യുമെന്നാണ് കമ്പനിയുടെ വിശ്വാസം. പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണം നിർബന്ധമില്ല. ചിലപ്പോൾ ഈ ഷെയർസ് എല്ലാം സ്പോൺസർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാതെ കൈവശം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൈവശം വെച്ച് കഴിഞ്ഞാൽ ദ സ്പോൺസർ മേ ബിക്കം എ ലാർജ് ഹോൾഡർ ഓഫ് ഷെയർസിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഹോൾഡറായി മാറാനും പിന്നെ മാനേജ്മെൻറ്റിനെയൊക്കെ പിടിച്ചടക്കാനുമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ദെൻ വെൻ മാർക്കറ്റ്സ് ആർ ഡൗൺ സ്പോൺസേഴ്സ് മേ ഇൻകർ ലോസസ്. അപ്പോൾ ചിലപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും ഷെയർസ് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ വളരെ ബ്രൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ വളരെ ഫേവറബിൾ ആയിരിക്കും. അപ്പോൾ നല്ല പ്രൈസ് കൊടുത്തിട്ടായിരിക്കും ഈ സ്പോൺസർ എന്ത് ചെയ്തിട്ടുണ്ടാവുക? കമ്പനിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷേ സ്പോൺസർ അത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും മാർക്കറ്റ് കണ്ടീഷൻസ് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് അൺഫേവറബിൾ ആവുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ കമ്പനിയുടെ കയ്യിൽ നിന്നും എത്ര രൂപയ്ക്കാണോ ഈ ഷെയർ വാങ്ങിച്ചത് അതിനേക്കാളും കുറവ് പൈസയ്ക്ക് മാത്രമേ അല്ലെങ്കിൽ കുറവ് പ്രൈസിന് മാത്രമേ ഈ സ്പോൺസർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പോൺസറിന് ഒരുപാട് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതായത് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ നിലനിൽക്കുന്ന സമയത്തായിരിക്കും ഈ സ്പോൺസർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്തിട്ട് ഈ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വളരെ ഹൈ പ്രൈസ് പേ ചെയ്തിട്ടായിരിക്കും ഈ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഷെയർസ് വാങ്ങിച്ച് കൈവശം വെച്ചതിന് ശേഷം പിന്നെ ഇത് പബ്ലിക്കിന് വിൽക്കുന്ന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിന് അത് വിൽക്കുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ എക്കണോമിയിൽ എന്തെങ്കിലും വലിയ ചേഞ്ചസ് വരികയും എക്കണോമി ഒരു ഡൗൺ ടേൺ അല്ലെങ്കിൽ എക്കണോമി ഒരു ഡിപ്രഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ പബ്ലിക് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഈ ഷെയർസ് വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കമ്പനിയിൽ നിന്നും വാങ്ങിച്ച പ്രൈസിനേക്കാളും കുറവ് പ്രൈസിന് ഇത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോൾ ഈ സ്പോൺസേഴ്സിന് വരാനും അത് സ്പോൺസേഴ്സിന് ഒരുപാട് നഷ്ടമുണ്ടാക്കി കൊടുക്കാനും സാധ്യതയുണ്ട്. Next is the risk of market manipulation by the sponsor such as insider trading is high.
കമ്പനിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആർക്കറിയാം? ഈ ഒരു സ്പോൺസർക്ക് അറിയാം. കാരണം കമ്പനിയെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് സ്പോൺസർ കമ്പനിയുടെ കൈവശത്തിൽ നിന്നും ഈ ഷെയർസ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എല്ലാ ഇൻസൈഡ് ഡീറ്റെയിൽസും അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ഹാബിറ്റ്, ഇൻസൈഡർ ട്രേഡിംഗ് അത്ര നല്ല ഒരു കാര്യമല്ല. അത് സെബി ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കമ്പനിയെക്കുറിച്ച് എല്ലാം അറിയുകയും കമ്പനിയുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഷെയറിനെ ഒരുപാട് രീതിയിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സീക്രട്ടായിട്ട് കമ്പനി വെച്ച് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെ സീക്രട്ടായിട്ട് കമ്പനി കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഈ പറയുന്ന സ്പോൺസർക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനെല്ലാം മാർക്കറ്റിൽ ഒരു ഫേവറബിൾ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി സ്പോൺസർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അപ്പോൾ അങ്ങനെ ഇൻസൈഡർ ട്രേഡിങ്ങിലൂടെ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സ്പോൺസറിന് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെബി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ സ്പോൺസേഴ്സ് പെർഫോം ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഈ ഒരു കമ്പനിയെക്കുറിച്ചിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു രീതിയിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ സ്പോൺസേഴ്സിന് കഴിഞ്ഞു എന്ന് വരും. അപ്പോൾ അതൊരു നെഗറ്റീവ് കാര്യമാണ്. പിന്നെ വരുന്നതാണ് സ്പോൺസേഴ്സ് ക്യാൻ മേക്ക് ലാർജ് പ്രോഫിറ്റ് അറ്റ് ദ എക്സ്പെൻസസ് ഓഫ് സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. വളരെ കുറവ് പ്രൈസിനായിരിക്കും ഈ കമ്പനിയുടെ കയ്യിൽ നിന്നും ഷെയർസ് സ്പോൺസേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കമ്പനിയുടെ കയ്യിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്തതിന് ശേഷം സ്പോൺസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു, ഒരു പ്രീമിയം അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഷെയർ പ്രൈസസ് പബ്ലിക്കിന് ഓഫർ ചെയ്യണതിന് മുമ്പ് ഹൈ പ്രീമിയം ചാർജ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ സ്പോൺസേഴ്സ് എന്ത് ചെയ്തു എന്ന് വരും, പബ്ലിക്കിന് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്ന് വരും. അങ്ങനെ ഹൈ പ്രീമിയം ചാർജ് ചെയ്തിട്ട് സ്പോൺസേഴ്സ് പബ്ലിക്കിന് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ ചൂഷണം ചെയ്യണതിന് തുല്യമായി അത് മാറും. കാരണം കമ്പനി നേരിട്ട് പബ്ലിക് ഓഫർ നടത്തുകയാണ് എങ്കിൽ വളരെ കുറവ് പ്രൈസിന് ആ ഷെയർസ് പബ്ലിക്കിന് കിട്ടിയേനെ. പക്ഷേ ഈ ഒരു ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഈ ഒരു സ്പോൺസറിലൂടെ ആ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് സ്പോൺസറും കൂടെ അതിലേക്ക് ഒരു പ്രീമിയം ആഡ് ചെയ്യും. ആ പ്രീമിയം പ്രൈസും കൂടെ പേ ചെയ്തിട്ട് വേണം പബ്ലിക്കിന് എന്ത് വാങ്ങിക്കാൻ, ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ. അപ്പോൾ അത് പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ അതൊരു കാരണമായിട്ട് മാറും. അപ്പോൾ ഇത്രയുമാണ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബോട്ട് ഔട്ട് ഡീൽസ്.